ശ്രീ എം ജെ സെബാസ്റ്റ്യൻ 6 മിനിറ്റ്. ഗവർണർ പ്രഖ്യാപിച്ച നയപ്രഖ്യാപനത്തിന് മേലുള്ള ശ്രീ എം വിൻസെൻ്റ് അവതരിപ്പിച്ച നന്ദി പ്രമേയത്തിന് ഞാൻ പൂർണ്ണമായും പിന്തുണ നൽകുന്നു. മലനാടിൻ്റെയും ഇടനാടിൻ്റെയും കവാടമായ പൂഞ്ഞാറിൽ നിന്നും എന്നെ തെരഞ്ഞെടുത്ത് വിട്ട പ്രിയപ്പെട്ട പൂഞ്ഞാർ ജനതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ജനപ്രതിനിധിയായി മത്സരിക്കാൻ അവസരം തന്ന പാർട്ടിയോടും നേതാക്കന്മാരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. റവന്യൂ വകുപ്പ് ഈ നയരേഖയിൽ പറഞ്ഞിരിക്കുന്ന ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കും എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ കാർഷിക മേഖലയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സാർ. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള നയരേഖയാണ് ഇവിടെ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കാർഷിക മേഖല, റബ്ബർ, നെല്ല് ഉൾപ്പെടുന്ന കാർഷിക മേഖല കഴിഞ്ഞ 10 വർഷമായി തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു. മധ്യ കേരളത്തിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ റബ്ബറിന് 140-150 രൂപയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അത് 250 രൂപ അതിന് 15 വർഷം മുമ്പ് വരെയും ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇന്നത് 250 രൂപയായി. 10 വർഷം 100 രൂപ കർഷകർക്ക് ലോസ് വന്നപ്പോൾ 7 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ മേഖലയിൽ 7000 കോടി രൂപ നഷ്ടം വരുന്ന സാഹചര്യമുണ്ടായി. 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിൽ 70,000 കോടി രൂപയാണ് റബ്ബർ മേഖലയിൽ നിന്നും മാത്രമായി നഷ്ടം വന്നത്. ശരിയായ ഒരു സാമ്പത്തിക മേഖലയിൽ റബ്ബറിന് തറവില പ്രഖ്യാപിച്ച് 250 രൂപ ലഭിക്കുമായിരുന്നെങ്കിൽ ആ 70,000 കോടി രൂപ എന്നുള്ളത് ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞ MNRG സ്കീമിൽ നടപ്പാക്കിയതുപോലെ 10,000 രൂപ നമ്മൾ ഗവൺമെൻറ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ 4 വട്ടം തിരിച്ച് കറങ്ങി വരുമ്പോൾ 40,000 രൂപയാകുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് 10,000 തിരിച്ചു വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ആ കൊടുത്ത സബ്സിഡി തിരിച്ചു ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ കാർഷിക മേഖല സമഗ്രമായി പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യമുണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ടീം UDF പ്രഖ്യാപിച്ച കാർഷിക മേഖലയുടെ നയം കേരളത്തിൻ്റെ റബ്ബർ ഉൾപ്പെടുന്ന കാർഷിക മേഖലയിൽ ഗണ്യമായ മാറ്റം വരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഉള്ള വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ കാഴ്ചപ്പാടോടുകൂടി ഡിജിറ്റൽ ട്രാൻസ്മിഷൻ വകുപ്പ് രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും ലോകം ഭരിക്കുന്ന ക്രമത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അത് അടിയന്തരമായി സാങ്കേതിക മേഖലയിലുള്ള വിദ്യാഭ്യാസം ചെറുപ്പം തൊട്ടല്ല, അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്കൂളുകൾ തുടങ്ങി അത് കൊണ്ടുവന്നാൽ തികച്ചും മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിദേശ രാജ്യങ്ങളിൽ ഒരു ഉദാഹരണമായിട്ട് ആന്ത്രോപിക് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾ 4 വർഷം കൊണ്ട് 33 ലക്ഷം കോടി രൂപ ഗെയിൻ ചെയ്ത 50% IT സെക്ടറിലെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മേഖലയിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. അതോടൊപ്പം നിരവധി കമ്പനികൾ, NVIDIA ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ, കഴിവും പ്രാപ്തിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ വളരെ വലിയ മാറ്റം ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നയരേഖയിൽ ഉൾപ്പെടുത്തിയ ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടീം UDFന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം സഹകരണ മേഖലയുടെ തകർച്ച. എന്തുകൊണ്ടാണ് സഹകരണ മേഖല തകർന്നത്? കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ റിസ്ക് അനാലൈസിസിൻ്റെ ബേസിൽ 1 രൂപ പോലും എടുത്തു കൊടുക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ നാഷണലൈസ്ഡ് ആൻഡ് ഷെഡ്യൂൾഡ് ബാങ്ക് പോലെ കേരള ബാങ്ക് മാറിയപ്പോൾ കരുവന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി ബാങ്കുകൾക്ക് പണം ആവശ്യമായി വന്നപ്പോൾ നേരത്തെയുള്ള ജില്ലാ ബാങ്കുകളിൽ നിന്ന് 10-50 കോടി രൂപ കൊടുക്കുന്ന മാതൃകയിൽ കൊടുക്കാൻ സാധിക്കാതെ വന്നു. ആ സാധിക്കാതെ വന്നതുകൊണ്ട്
നിരവധി ബാങ്കുകൾ തകർന്നടിക്കുകയും കേരളത്തിൻ്റെ സഹകരണ മേഖല പൂർണ്ണമായും നിന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അതിന് തിരിച്ചൊരു മാറ്റം വരുത്തുവാനുള്ള സാഹചര്യം UDF ഗവൺമെൻറ് കൊണ്ടുവരും എന്നുള്ളത് നല്ലൊരു നയരേഖയായി ഞാൻ കാണുകയാണ്. ഇതോടൊപ്പം വന്യജീവികളുടെ അക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ തികച്ചും ഒരു നൂതനമായ സംവിധാനം വനം മന്ത്രി ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട വനമേഖലയുമായി ബന്ധപ്പെട്ട 30ഓളം MLA-മാരെ വിളിച്ച് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ച് 3 മാസത്തിനും കർമ്മരേഖ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് നല്ലൊരു രീതിയായി ഈ ഗവൺമെൻറ്റിനെ ഞാൻ കാണുകയാണ്. അതോടൊപ്പം റവന്യൂ മേഖലയിൽ തോട്ടം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, തികച്ചും ആയിരക്കണക്കിന് ഏക്കർ തോട്ടങ്ങൾ ഇടുക്കി, കോട്ടയം, അതുപോലെ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉപയോഗമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ പഴവർഗ്ഗ കൃഷി ഉൾപ്പെടെയുള്ള ആധുനിക കൃഷിരീതികൾ ഭൂനിയമങ്ങളിൽ മാറ്റം വരുത്തി അടിയന്തര സാഹചര്യത്തോടുകൂടി നടത്തുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ കാർഷിക സാമ്പത്തിക മേഖലയിൽ വളരെ ഉന്നതി ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഈ നന്ദി പ്രമേയത്തെ പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.